സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. 80കളുടെ അവസാനവും 90കളുടെ ആദ്യവുമൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്ന എൻ്റെ തമിഴിലെ ഒരു ഇഷ്ട സംവിധായകനായിരുന്നു, ചലച്ചിത്ര സംവിധായകനായിരുന്നു ശ്രീ SP മുത്തുരാമൻ. കാരണം നമ്മുടെ മലയാളത്തിലെ ശ്രീ IV ശശിയുമായി താരതമ്യം ചെയ്യാനാണ്, ശ്രീ മുത്തുരാമനെ താരതമ്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. IV ശശിയെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ ക്യാൻവാസിലാണ് ശശി ചിത്രങ്ങൾ നിർമ്മിക്കാറുള്ളത്. പക്ഷേ SP മുത്തുരാമനെ സംബന്ധിച്ച് ശ്രീ ശശിയെപ്പോലെ വലിയ ക്യാൻവാസുകളിലല്ല അദ്ദേഹം നിർവഹണം നടത്തുന്നത്. എങ്കിൽ പോലും ചിത്രത്തിന് ആ ഒരു പേസ്, ആ ഒരു ഗതിവേഗം ശ്രീ SP മുത്തുരാമൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. തീർത്തും കച്ചവടലാക്കോടുകൂടി, അല്ലെങ്കിൽ കച്ചവടം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, കച്ചവട വിജയം മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു ശ്രീ SP മുത്തുരാമൻ്റേത് എന്നത് വാസ്തവമാണ്. എല്ലാ തമിഴിലെ മുൻനിര താരങ്ങളെയും ശ്രീ SP മുത്തുരാമൻ തൻ്റെ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു വിരസത SP മുത്തുരാമൻ്റെ ചിത്രങ്ങൾക്ക് ഇല്ല എന്ന് അർത്ഥം. ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ആ ഒരു പേസ് എടുത്തു പറയേണ്ടതാണ്. ഗാനരംഗങ്ങളായാലും മറ്റ് കഥാ ആഖ്യാന രംഗങ്ങളായാലും ആ ഒരു ഗതിവേഗം SP മുത്തുരാമൻ്റെ കഥകളിലെ പ്രത്യേകതയാണ്. ചിത്രത്തിന് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഒരു സ്പീഡ്, ഒരു രസനീയത, പക്ഷേ കലാപരമായ വലിയ മേന്മയോ അല്ലെങ്കിൽ മറ്റാഴത്തിലുള്ള ദർശനമോ SP മുത്തുരാമൻ്റെ സിനിമകളിലൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ പോലും കാണികൾക്ക് ടിക്കറ്റിന് മുടക്കുന്ന കാശിന് ഫലം ഇത്തരം ചിത്രങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. ഇപ്പോൾ പിന്നെ സാങ്കേതിക മേന്മയും SP മുത്തുരാമൻ്റെ സിനിമകൾക്ക് മിനിമം സാങ്കേതിക മേന്മയും പ്രതീക്ഷിക്കാം. അങ്ങനെ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു തമിഴ് സംവിധായകനാണ് SP മുത്തുരാമൻ. നിങ്ങളിൽ പലരും അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടിരിക്കാം. ഞാൻ IV ശശിയുമായി താരതമ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ശ്രീ IV ശശിയുടെ ചിത്രങ്ങളും മലയാളത്തിൽ മിനിമം ഗ്യാരണ്ടിയാണ്. ഒരു രസനീയത ഉണ്ടാവും. ആഴത്തിലുള്ള ദർശനങ്ങളൊന്നുമില്ലെങ്കിലും കാഴ്ചക്കാരനെ ഒട്ടും ബോറടിപ്പിക്കാതെ ചിത്രീകരണവും സാങ്കേതിക മേന്മയും ശ്രീ ശശിയുടെ ചിത്രങ്ങളിലും ഉണ്ട്. അതാണ് ആ ഒരു താരതമ്യത്തിന് ശ്രമിച്ചത്. ഇപ്പോൾ ശശിയാണെങ്കിൽ വലിയ ക്യാൻവാസുകളിലാണ് ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ശ്രീ T ദാമോദരൻ തിരക്കഥ എഴുതിയിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ വലിയ ക്യാൻവാസാണ്. അതൊരു പ്രത്യേകതയാണ്. അത് ശ്രീ V ശശിയുടെ മാത്രം എടുക്കാണ്. അത്രത്തോളം SP മുത്തുരാമനിൽ പ്രതീക്ഷിക്കേണ്ട ചെറിയ ക്യാൻവാസാണ്. എങ്കിൽ പോലും ആ ഒരു രസനീയതയുണ്ട്. 80കളുടെ അവസാനമൊക്കെ എൻ്റെ പഠനകാലത്ത്, അല്ലെങ്കിൽ 90കളുടെ ആദ്യമൊക്കെ ഒരു SP മുത്തുരാമൻ്റെ സിനിമയാണെങ്കിൽ ഒരു ഗ്യാരണ്ടിയോടുകൂടി ഞങ്ങൾ വിദ്യാർത്ഥികൾ കാണാറുണ്ടായിരുന്നു. ഇക്കാര്യം എൻ്റെ പ്രേക്ഷകരോട് പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്കാരം.